ഹായ് ഫ്രണ്ട്സ്, ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ ഉടനെ നടക്കാനിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അരിത്തമാറ്റിക് ആൻഡ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 40 മാർക്കിനാണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. നമ്മുടെ മാത്തമാറ്റിക്സിൽ നിന്ന് 20 മൊഡ്യൂൾസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പുറത്തെത്തിയാൽ മതി. അപ്പോൾ ക്വാളിഫൈ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതൊരു റാങ്ക് മേക്കിംഗ് എക്സാം അല്ല. അതുകൊണ്ട് മാക്സിമം മാർക്ക് നേടുക, അതിലേക്കൊന്നും പോവാതെ ഈ ഒരു പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കടമ്പ കടക്കാനായിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് പഠിക്കരുത് എന്നല്ല, കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്സിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ടെക് പി എസ് സി ഒരു സ്മാർട്ട് റാങ്ക് ബൂസ്റ്റർ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഡൗൺലോഡബിൾ PDF format, smart study plans with periodic assessment, full syllabus based model exams with feedback, mentorship by the best faculties in Kerala എന്നീ പ്രത്യേകതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും വെറും 999 എന്ന നിസ്സാരമായ പ്രൈസ് റേഞ്ചിലും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസും ചില കോൺസെപ്റ്റുകളും എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. ആ സീക്വൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2, 9, 28, 65. ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിൽ അടുത്ത ടേം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സീക്വൻസ്, ഇതേപോലെ സീക്വൻസിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ മിക്ക എക്സാമിനും സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്മൾ ക്ലോസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ എല്ലാ നമ്പേഴ്സും ഒന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്താണ് ഇവിടുത്തെ റിലേഷൻ എന്ന്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നോക്കിയേ, 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2 കിട്ടും. 2യുടെ ക്യൂബ് 8 ആണ്. 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 9 കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ 1 ക്യൂബ്, ഓക്കെ, 1 ക്യൂബ് ഇസ് ഈക്വൽ ടു 1 തന്നെയാണ്. ആ 1, അതായത് 1 ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. അതാണ് നമ്മുടെ ആദ്യത്തെ നമ്പർ. ഓക്കെ, 2. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ n ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 8 പ്ലസ് 1 ഈക്വൽ ടു 9. അതാണ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ 9. മൂന്നാമത്തെ നമ്പർ 28 ആണ്. സിമ്പിൾ അല്ലേ? 3 ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 27 പ്ലസ് 1 ഈക്വൽ ടു 28. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ നമ്പർ. നാലാമത്തെ നമ്പർ എന്താണ്? 65 ആണ്. 65 എന്ന് പറയുമ്പോൾ 4ൻ്റെ ക്യൂബ്, ഓക്കെ, 4ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 64. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, പ്ലസ് 1 ഇസ് ഈക്വൽ ടു 64 പ്ലസ് 1 ഈക്വൽ ടു 65. നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അടുത്ത നമ്പറിലേക്ക് വരാം. ഓക്കെ, ഈ റിലേഷൻ പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 65. ഇതാണ് നമ്മുടെ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്, സീക്വൻസിന്റെ റിലേഷൻ. അപ്പോൾ ശരിക്കും നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സീക്വൻസിലെ nth ടേം എന്ന് പറയുന്നത് nth ടേം ഓഫ് ദ സീക്വൻസ്, nth ടേം ഈസ് ഈക്വൽ ടു n ക്യൂബ് പ്ലസ് 1 ആണ്. ശരിയല്ലേ? n ക്യൂബ് പ്ലസ് 1 ആണ് ഇവിടുത്തെ nth ടേം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 5th ടേം ആണ്. അപ്പോൾ 5th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? 5യുടെ ക്യൂബ് പ്ലസ് 1. 5യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 125. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 126. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. 126 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി 126 ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം: ഔട്ട് ഓഫ് 3 നമ്പേഴ്സ്, ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് ആൻഡ് 1/3 ഓഫ് ദ തേർഡ് നമ്പർ. If the average of all 3 numbers is 16, then the sum of first and third number എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
തെറ്റാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് ആൻസർ കീയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കാം. എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ പോവാം. ഔട്ട് ഓഫ് 3 നമ്പേഴ്സ് ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ്. അപ്പോൾ 3 നമ്പർ ഉണ്ട്. ആ നമ്പേഴ്സിന് നമുക്ക് റെസ്പെക്റ്റീവ്ലി എങ്ങനെയൊക്കെ എടുക്കാം? എക്സ്, വൈ, ഇസഡ് എന്നെടുക്കാമല്ലോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ്. ആദ്യത്തത് രണ്ടാമത്തെ, അതായത് y ഈസ് ഈക്വൽ ടു എന്താണ്? 2x ആണ്. ഓക്കെ, ഫസ്റ്റ് ഈസ് ട്വൈസ്, ഫസ്റ്റ് നമ്പർ x അല്ലേ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2y. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് y ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? x/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് ആൻഡ് 1/3 ഓഫ് ദ തേർഡ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇതേ സംഖ്യ തന്നെ മൂന്നാമത്തെ നമ്പറിന്റെ 1/3 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1/3 ഇസഡ് എന്ന് നമുക്ക് പറയാം. എക്സ് ഈസ് ഈക്വൽ ടു 1/3 ഇസഡ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? വിച്ച് ഇംപ്ലൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 3x. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനെയും, എല്ലാ നമ്പേഴ്സിനും, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ആൾജിബ്രയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്കാണ്. അപ്പോൾ എല്ലാത്തിനെയും ഒരൊറ്റ വേരിയബിളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എക്സിൽ തന്നെയാണ്. വൈനെ നമ്മൾ എക്സിന്റെ ടേമിൽ എഴുതി y ഈസ് ഈക്വൽ ടു x/2. ഇസഡിനെയും നമ്മൾ എക്സിന്റെ ടേമിൽ എഴുതി z ഈസ് ഈക്വൽ ടു 3x. ഇനി എന്താ അടുത്ത ഒരു ക്ലൂ തന്നിരിക്കുന്നത്? ആവറേജ് ഓഫ് ഓൾ 3 നമ്പേഴ്സ്. ഈ 3 നമ്പേഴ്സിന്റെയും ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് x പ്ലസ് y പ്ലസ് z/3 ആണല്ലോ. യെസ്, അത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, y എന്ന് പറയുന്നത് x/2, z എന്ന് പറയുന്നത് 3x ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് x/2നെ നമുക്ക് 0.5x എന്ന് എഴുതാം. 0.5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 3 കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇതെല്ലാം കൂടെ 1 പ്ലസ് 3 4.5x എന്ന് വരും. 4.5x ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 3 48 എന്ന് വരും. ഇതിന് നമുക്ക് 9/2x എന്ന് എഴുതി കൂടെ. അപ്പോൾ 9/2x ഇസ് ഈക്വൽ ടു 48 എന്ന് വരും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 48 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് എക്സിന്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? 48 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 16 എന്ന് വരും. ഇവിടെ 3 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിന് 16 ഇൻറ്റു 2 32 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും എക്സ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 32/3. അപ്പോൾ എക്സ് ഒരു പൂർണ്ണസംഖ്യയല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ, ഇവിടെ എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. അത് ആൻസർ കീയിലും അത് തെറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്തത് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം എന്ന ഒരു രീതി പറഞ്ഞു തരാനായിട്ടാണ്. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വേരിയബിൾസിനെയും ഒരൊറ്റ വേരിയബിളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ് വൈ ഇസഡ് എന്നാണ് നമ്മൾ നമ്പർ എടുക്കുന്നതെങ്കിൽ എക്സിനെയും വൈനെയും ഇസഡിനെയും ഏതെങ്കിലും ഒറ്റ വേരിയബിൾ ആയിട്ട് എഴുതുക. അതിനുള്ള ക്ലൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്ന കണ്ടീഷൻ ചിലപ്പോൾ ആവറേജ് എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കും, വേറൊരു റിലേഷൻ ആയിരിക്കും. അപ്പോൾ ഈ സെയിം വേരിയബിൾ വെച്ചിട്ട് ആ റിലേഷനിലേക്ക് ഇതിനെ എത്തിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ്, ലീനിയർ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇവിടെ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ എല്ലാം ഹോൾ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ തന്നെ ഒരു ഹോൾ നമ്പർ അല്ല. അപ്പോൾ തേർഡ് നമ്പർ ഇതിന്റെ ത്രൈസ് എടുത്താൽ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യണ്ട. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ഫാക്ടേഴ്സ് ഓഫ് 81p - p റൈസ് ടു 5. ഓക്കെ, നേരത്തെ നമ്മൾ
ഇതിൻ്റെ ഓപ്ഷനും തെറ്റായിട്ടാണ് ആൻസർ കീയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തിരുത്ത് വന്നാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയേനെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഒരു പോളിനോമിയൽ 81p മൈനസ് p റൈസ് ടു 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം p കോമൺ എടുത്താലോ. p കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 81 മൈനസ് p റൈസ് ടു 5 എന്ന ആൻസർ വരും. p റൈസ് ടു 4 എന്ന ആൻസർ വരും. ഒരു p നമ്മൾ കോമൺ എടുത്തല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ p ഒരു ഫാക്ടർ ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 81 മൈനസ് p റൈസ് ടു 4നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 81നെ നമുക്ക് 3 റൈസ് ടു 4 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ 3 റൈസ് ടു 4 മൈനസ് p റൈസ് ടു 4 എന്നതിനെ എഴുതാൻ പറ്റും. ഇനി ഇതിനെ 3 റൈസ് ടു 4നെയും p റൈസ് ടു 4നെയും നമുക്ക് സ്ക്വയറിന്റെ ടേംസിൽ എഴുതാം. അതായത് 3 റൈസ് ടു 4നെ നമുക്ക് 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n. അപ്പോൾ 2 ഇൻറ്റു 2 4 തന്നെ വരും. ക്ലിയർ? അതുപോലെ മൈനസ് ഇവിടെ എന്ത് എഴുതാം? p റൈസ് ടു 4നെ നമുക്ക് ഇതുപോലെ തന്നെ p സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടേമിലായി? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുന്ന ടേമിലായി. ശരിയല്ലേ? അപ്പോൾ a സ്ക്വയർ മൈനസ് b സ്ക്വയർ നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ് a സ്ക്വയർ മൈനസ് b സ്ക്വയറിലേക്ക് വരിക. അപ്പോൾ ഇതിനെ അങ്ങനെ ചെയ്യാലോ. a പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് 3 സ്ക്വയർ പ്ലസ് p സ്ക്വയർ ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് 3 സ്ക്വയർ മൈനസ് p സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ 3 സ്ക്വയർ പ്ലസ് p സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 പ്ലസ് p സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഇൻറ്റു 3 സ്ക്വയർ മൈനസ് p സ്ക്വയറിനെ എങ്ങനെ എഴുതാം? അങ്ങനെ തന്നെ കിടക്കട്ടെ. 3 സ്ക്വയർ മൈനസ് p സ്ക്വയർ. കാരണം ഇതിനെ p സ്ക്വയർ ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. ഇതേ ഐഡന്റിറ്റി വെച്ച് തന്നെ. എങ്ങനെ? ഇനി നമ്മൾ എടുക്കുന്നത് ഈ 3 സ്ക്വയർ മൈനസ് p സ്ക്വയറിനെയാണ്. അപ്പോൾ 3 സ്ക്വയർ മൈനസ് p സ്ക്വയർ എടുക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3യും b എന്ന് പറയുന്നത് p യും ആണ്. അപ്പോൾ a പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് 3 പ്ലസ് p ഇൻറ്റു 3 മൈനസ് p എന്ന് ആൻസർ വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൽ നമ്മൾ സക്സസീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് കോമൺ എടുക്കാൻ പറ്റുന്നിടത്തോളം കോമൺ എടുക്കുക. ബാക്കിയുള്ളതിന് ഇതേപോലെ ഏതെങ്കിലും സ്ക്വയറോ അല്ലെങ്കിൽ റൈസ് ടു ദ പവറോ ഒക്കെ സെയിം പവറാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാലേ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ആൻസർ ഡിലീറ്റഡ് ആണ്. അതിനി സിലബസ് ഔട്ട് ഓഫ് സിലബസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പോളിനോമിയൽസിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. പോളിനോമിയൽസിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഫാക്ടർ തിയറം തുടങ്ങിയ ധാരാളം തിയറങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഇങ്ങനെ ഈസി ആയിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ജനറലി ഇനി ഇതിനെല്ലാം കൂടെ ഒന്നേന്ന് എടുത്തെഴുതാം. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് p ഒരു ഫാക്ടറായിട്ട് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 9 പ്ലസ് p സ്ക്വയർ ഒരു ഫാക്ടറായിട്ട് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും 2 ഫാക്ടർ കിട്ടി. 3 പ്ലസ് p ഇൻറ്റു 3 മൈനസ് p. അപ്പോൾ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? p ഇൻറ്റു 9 പ്ലസ് p സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് p ഇൻറ്റു 3 മൈനസ് p. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സക്സസീവ് ഫാക്ടേഴ്സ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. The sum of the digits of 2-digit number is 11 and the difference of the first digit from the second digit is 5. Then the 2-digit number is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇതുപോലെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെയൊന്നുമില്ല. മിക്ക എക്സാമിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ജനറൽ മെത്തേഡ് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് ഡിജിറ്റ്, ഈ നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എക്സ് ആയിട്ടും സെക്കൻഡ് ഡിജിറ്റിനെ നമുക്ക് വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, സെക്കൻഡ് ഡിജിറ്റ് അത് വൈ ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ദ സം ഓഫ് ഫസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ എക്സും വൈയും ആണ് ആ ഡിജിറ്റുകൾ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11 എന്നവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തത് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ലാർജർ ഡിജിറ്റിനെ എന്താക്കി എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാനായിട്ട് അറിയാം. ഇതിനെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2x ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? y ക്യാൻസൽസ്. അങ്ങനെയാണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 16 എന്ന് വരും. x ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ ഡിജിറ്റ് 8 ആണ്. ഇനി ഇതിനെ ഏതെങ്കിലും ഒരു റിലേഷൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എക്സ് പ്ലസ് വൈ 11 ആണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11. അപ്പോൾ 8 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11. വൈ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്തെന്ന് കിട്ടും? ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് 8ഉം സെക്കൻഡ് ഡിജിറ്റ് 3യും. അങ്ങനെയാണെങ്കിൽ 83 ആണ് നമ്മുടെ നമ്പർ.
ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ജനറലി ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻ ഒന്ന് നോക്കുക. ഓക്കെ, ദ സം ഓഫ് ഫസ്റ്റ് the sum of the digits of 2-digit number is 11 and the difference of the first digit from the second digit എന്നാ പറയുന്നത്. ആദ്യത്തെ ഡിജിറ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിജിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡിജിറ്റ് തീർച്ചയായിട്ടും വലിയ ഡിജിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ ഇവിടെ രണ്ട് ഓപ്ഷൻസ് അപ്പോഴേ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയാണ്? എയും തെറ്റാണ്, അതുപോലെ ഡിയും തെറ്റാണ്. ആദ്യത്തെ ഡിജിറ്റ് ആയിരിക്കണം വലുത്. ദെൻ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 5 കിട്ടും. അപ്പോൾ ഇവിടെ 83 തന്നിട്ടുണ്ട്, 74 തന്നിട്ടുണ്ട്. ഡിഫറൻസ് 74ൽ 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സിയും വരില്ല. ഇത് നോക്കിയേ, 83 എടുക്കുകയാണെങ്കിൽ 8 - 3 = 5. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേഷൻസിലോട്ട് പോവാതെ തന്നെ ഒറ്റയടിക്ക് ചിലപ്പോൾ ആൻസർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ വരാറില്ല. അതുകൊണ്ട് ആദ്യം ഏതൊരു ക്വസ്റ്റ്യൻ വായിച്ചാലും നമ്മൾ ഓപ്ഷൻസ് കൂടെ നോക്കുക. നമ്മൾ ഒരുപാട് കണക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് എത്തുന്നതിനേക്കാൾ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ ഉത്തരം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും, ചിലപ്പോൾ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയും പറഞ്ഞു തരുന്നത്. എപ്പോഴും ഓപ്ഷൻസ് കൺസിഡർ ചെയ്യണം. ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യണം. ഓപ്ഷൻസ് വെറുതെ കളയരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇവിടെ x+x/2 + x/4 + x/8 + x/16 = 31/16. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റിലേഷൻ എന്താണ്? x + x+x/2 + x/4 + x/8 + x/16 = 31/16. ഓക്കെ, വളരെ ഈസിയാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇതിനെ LCM ബേസ് കോമൺ ആക്കുക. ബേസ് കോമൺ ആക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ 16 എല്ലാത്തിലും കോമൺ ആക്കാനായിട്ട് പറ്റും. കാരണം 2ഉം 4ഉം 8ഉം എല്ലാം 16ന്റെ ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ബേസ് 16 ആക്കാൻ പറ്റും. ബേസ് 16 ആക്കി കഴിഞ്ഞാൽ അതും ഇതും ക്യാൻസൽ ചെയ്യാനും വളരെ ഈസി ആയിട്ട് പറ്റും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 16 ആക്കാനായിട്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 16 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 16x/16 എന്ന് കിട്ടും. പ്ലസ് രണ്ടാമത്തെ ഡിനോമിനേറ്റർ 8 ആണ്. 8നെ 16 ആക്കാനായിട്ട് 2 ആണ്. 2നെ 16 ആക്കാനായിട്ട് നമ്മൾ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് 8x/16 എന്ന് വരും. അതുപോലെ അടുത്തത് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 4x/16 എന്ന് വരും. ഇനി അടുത്തത് എന്താണ്? 8 ആണ്. അപ്പോൾ 2x/16 എന്ന് വരും. പ്ലസ് അടുത്തത് x/16 തന്നെയാണ്, 16 തന്നെയാണ്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യേണ്ട. അത് = 31/16. ഇതെല്ലാം കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ ഒരു 16 വരും. മുകളിൽ 16x + 8x + 4x + 2x + x = 31/16. ഈ 16 ക്യാൻസൽസ് ഈച്ച് അതർ. ഇനി ഇതിനൊന്ന് ആഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒന്നും അല്ല. ഇതിൽ നിന്ന് ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തണം. ഈ 16 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. അതുപോലെ ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതെല്ലാം ഒരു സ്റ്റെപ്പിൽ തന്നെ നടക്കണം. അല്ലാതെ വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. മാക്സിമം സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ട് നോക്കുക. മാക്സിമം സ്റ്റെപ്പുകൾ കുറച്ചിട്ട് മൈൻഡ് കാൽക്കുലേഷൻസ് കൂട്ടുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 16 + 8 24 ആണ്. 24 + 4 28 ആണ്. 28 + 2 30. 30 + 1 31. അപ്പോൾ 31x = 31 എന്ന് തന്നെ കിട്ടും. 31 ക്യാൻസൽസ് ആൻഡ് x = 1 എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ്, x = 1. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 8/13 + 9 1/13 - 8 7/65 - x = 15 6/13 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തത്, ഇവിടെ എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കുക. അപ്പോൾ നമുക്ക് കുറേ കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനായിട്ട് നിൽക്കും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇവിടെ ഡിനോമിനേറ്റർ 13 65 എന്നൊക്കെയാണ്. അത് വലിയ നമ്പേഴ്സ് ആണ്. ഓക്കെ, അതിൽ അവിടെ മുകളിൽ തന്നെ വരുന്ന നമ്പേഴ്സ് നോക്കിയാൽ 7 19 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ വീണ്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തെ നമുക്ക് വലിയ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇപ്പോൾ ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, 7 8/13 ഇത് നമ്മൾ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക? 7 × 13 + 8 എന്നല്ലേ? അപ്പോൾ ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? 7 8/13 എന്ന് പറഞ്ഞാൽ 7 + 8/13 എന്നാണ് ഇതിന്റെ മീനിങ്.
ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഓരോന്നിനെയും? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 7 പ്ലസ് 8/13 എന്ന് എഴുതാം, പ്ലസ് 19 പ്ലസ് 1/13 എന്ന് എഴുതാം, മൈനസ് അടുത്തത് 8 മൈനസ് ഇവിടെ മൈനസ് 8 7/16 ആണല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓഫ് ചെയ്യുന്നില്ല, പകരം രണ്ടിനും മൈനസ് കൊടുക്കാം. 7/65 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് 6/13 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് രണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടാക്കി, എന്നിട്ട് ഫ്രാക്ഷൻ സെപ്പറേറ്റ് ആഡ് ചെയ്യുക, അതുപോലെ ഫ്രാക്ഷൻ അല്ലാത്ത ഹോൾ നമ്പേഴ്സ് സെപ്പറേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ കുറേ കൂടെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ലാർജ് നമ്പേഴ്സ് 19 ഇൻറ്റു 13 പ്ലസ് 1 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ 200 റേഞ്ചിലുള്ള വലിയ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അത് മാത്രം ചെയ്താൽ പോരെ, ഇനി ആ 13ൻ്റെയും 65ൻ്റെയും 13നെ 65ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 1000 മേലെയൊക്കെയുള്ള നമ്പർ കിട്ടും ജനറലി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇവിടെ നമുക്ക് ആഡ് ചെയ്യാലോ. ഇതിന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 7 പ്ലസ് 19 എന്ന് പറയുമ്പോൾ 26. ഓക്കെ, 26 പ്ലസ് ഇതെന്ത് വരും? 13 ആണ് ഡിനോമിനേറ്ററിൽ, 8 പ്ലസ് 1 9, അപ്പോൾ 9/13 എന്ന് വരും. ഓക്കെ, ഇനി മൈനസ് 8 മൈനസ് 7/65 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് 6/13. ഇതൊന്നും നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം വലിച്ചു നീട്ടി എഴുതിയൊന്നും വേണ്ട. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ 26 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 8 അങ്ങ് മൈനസ് ചെയ്യാം. 26 നിന്ന് 8 മൈനസ്, അതായത് ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 18 എന്ന് കിട്ടും. ഓക്കെ, 18 പ്ലസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9/13 മൈനസ് 7/65. നമുക്കറിയാം 13 ഇൻറ്റു 5 ആണ് 65. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇസ് ഈക്വൽ ടു 15 പ്ലസ് 6/13 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്? 18 പ്ലസ് 9 ഇൻറ്റു 5 45 ആണ്. അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 65 മൈനസ് 7/65 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതെന്ത് വരും എന്ന് നോക്കട്ടെ. ഇതിനൊന്നും നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം, എപ്പോഴും അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 18 പ്ലസ് 45 മൈനസ് 7, അത് 38 എന്നാണ് കിട്ടുക അല്ലേ? 7 47 5 പിന്നെ 2 കൂടെ പോകുമ്പോൾ 38. യെസ്, അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 65 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ഇസ് ഈക്വൽ ടു 15 പ്ലസ് 6/13 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എക്സ് അല്ലേ കണ്ടുപിടിക്കുക, എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ സിമ്പിൾ ആണ്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ആദ്യം 18 പ്ലസ് 38/65 മൈനസ് 15 മൈനസ് 6/13. 18ഉം 15ഉം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 എന്ന് കിട്ടും. 3 പ്ലസ് ഇതെന്ത് കിട്ടും? 38/65 മൈനസ് 6/13. വീണ്ടും എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാം. അപ്പോൾ ഇൻറ്റു 5 ഇൻറ്റു 5 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 3 പ്ലസ് 38/65 മൈനസ് 30/65 എന്ന ആൻസർ വരും. അപ്പോൾ 65 കോമൺ ആയിട്ട് എടുക്കാം. 38 മൈനസ് 30 8 ആണ്. അപ്പോൾ 3 പ്ലസ് 8/65. ഇതിന് നമുക്ക് 3 8/65, 38/65 അല്ല, 3 ആൻഡ് 8/65. അപ്പോൾ അത് ആൻസർ ഉണ്ടല്ലോ, 3 8/65. യെസ്, ഓപ്ഷൻ ഡി ആൻസർ കണ്ടോ? ഓപ്ഷൻ ഡി നമുക്ക് ശരി ഉത്തരമായിട്ട് എടുക്കാം. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, ഇങ്ങനെ അല്ലാതെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയും ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നമ്പേഴ്സ് കിട്ടും. ആ വലിയ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും അവസാനം 1000 മേലേക്കുള്ള നമ്പേഴ്സ് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏറ്റവും സിംപ്ലർ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിനെ വീണ്ടും നമ്മൾ എന്താക്കേണ്ടി വരും? മിക്സഡ് ഫ്രാക്ഷൻ ആക്കേണ്ടി വരും. അപ്പോൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും മിക്സഡ് ഫ്രാക്ഷൻ ആക്കേണ്ടി വരും. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്തില്ല. ഓക്കെ, ഈ സ്റ്റെപ്പിന്റെ പകുതി സ്റ്റെപ്പ് പോലും നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ പകുതി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മൈൻഡ് കാൽക്കുലേഷനിൽ നമുക്ക് ചെയ്ത് തീർക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ 180 meter long train crosses a 60 meter platform in 12 seconds. What is the speed of the train in kilometer per hour? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പല രീതിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം, സ്പീഡ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പോൾ സ്പീഡ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസിൽ കുറച്ച് പോയിന്റ്സ് പറയാനായിട്ടുള്ളത്, ഇവിടെ ഒരു ട്രെയിൻ ഒരു ക്രോസസ് 60 meter പ്ലാറ്റ്ഫോം ഇൻ 12 seconds. ഓക്കെ, അപ്പോൾ ഇവിടെ 60 മീറ്ററുള്ള പ്ലാറ്റ്ഫോമിനെ 180 മീറ്ററുള്ള ട്രെയിൻ ക്രോസ് ചെയ്യാണ്. അതായത് ട്രെയിൻ ഇതാണ് ട്രെയിൻ എന്ന് വിചാരിക്കുക. യെസ്,
ഇതാണ് ട്രെയിൻ എന്ന് വിചാരിക്കുക, ദാ ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് വിചാരിക്കുക. അപ്പോൾ ട്രെയിൻ ദാ ഈ പ്ലാറ്റ്ഫോം വഴി കയറിയിട്ട് മുഴുവനായിട്ട് ഈ ട്രെയിനിന്റെ ലെങ്ത് കഴിഞ്ഞ് ഈ പ്ലാറ്റ്ഫോം മുഴുവൻ ഇറങ്ങിപ്പോയിട്ട് ട്രെയിൻ പൂർണ്ണമായിട്ട് അപ്പുറത്തെത്താൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരിക. ശരിയല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിന്റെ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ചെയ്യേണ്ടി വരും? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആഡ് ചെയ്യേണ്ടിയും കൂടെ വരും. ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. മനസ്സിലായല്ലോ? ഇതുപോലെ പല ഇതിൽ ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ, രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ്. ഒരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അങ്ങനെയാണെങ്കിൽ അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അപ്പോൾ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ സ്പീഡ് വേണം. ടോട്ടൽ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ട്രെയിനിന്റെ വെലോസിറ്റി v1 ഉം സെക്കൻഡ് ട്രെയിനിന്റെ വെലോസിറ്റി v2 ആയിട്ട് എടുത്താൽ നമ്മൾ എന്തെടുക്കണം? v1 പ്ലസ് v2 എന്ന് എടുക്കണം. ഓക്കെ, ഇനി ഒരേ ഡയറക്ഷനിൽ പോകുന്ന രണ്ട് ട്രെയിനുകൾ, രണ്ടിന്റെ സ്പീഡ് വ്യത്യാസമാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും വേറൊന്നിനെ ഓവർടേക്ക് ചെയ്യും. ട്രെയിനോ ബസ്സോ കാറോ എന്തോ ആയിക്കോട്ടെ, ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വെലോസിറ്റി വേണ്ടേ? ഇതും നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് if both objects are moving in the same direction, then we have to subtract it. നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യണം റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ട്രെയിൻ ഒരു പാലം ക്രോസ് ചെയ്യുന്നതായിരിക്കും, ട്രെയിൻ ഒരു വലിയൊരു തുരങ്കത്തിൽ കൂടെ പോകുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇതിന്റെ ടണലിന്റെ നീളവും ട്രെയിനിന്റെ നീളവും തന്നിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? രണ്ടും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഞാൻ LT എന്ന് വിളിക്കാം. ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 മീറ്റർ. ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം എത്രയാണ്? LP എന്ന് വിളിക്കാം. LP ഈസ് ഈക്വൽ ടു 60 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് L ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 180 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 240 മീറ്റർ. 240 മീറ്റർ ആണ് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ടൈം തന്നിട്ടുണ്ട്. ടൈം T ഈസ് ഈക്വൽ ടു 12 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈമും ലെങ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു എത്ര? 240 ഡിവൈഡഡ് ബൈ ടൈം എത്ര വരും? 12. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോവും. 2 എന്ന് വരും. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പക്ഷേ നമ്മുടെ ആൻസർ ഇതിനെ കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. 1 കിലോമീറ്റർ പെർ അവർ ഇസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. 1 കിലോമീറ്റർ പെർ അവർ ഇസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്താക്കി മാറ്റണം? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇസ് ഈക്വൽ ടു ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 20 × 18 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാലോ. 4 എന്ന് വരും. അപ്പോൾ 4 × 18 എത്രയെന്ന് വരും? 72 മീറ്റർ പെർ 72 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ക്വസ്റ്റ്യനിൽ എന്തോ എറേഴ്സ് വന്നത് കാരണം ആ ഒരു ആൻസർ, ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ശരി ഉത്തരം എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നല്ലല്ലോ, നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ 72 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ അതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 68ാമത്തെ ചോദ്യം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 8 3/7 ഇൻറ്റു 2 1/3 പ്ലസ് 5 1/3 പ്ലസ് 1 1/3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡ് മാസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതായത് ആദ്യം ബ്രാക്കറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ബോഡ് മാസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് വരിക? ഇത് ചെയ്യുമ്പോൾ 8 × 7 56, 56 പ്ലസ് 3 59 എന്ന് വരും. അപ്പോൾ 59/7 ഇൻറ്റു ഇവിടെ 2 × 3 6, 6 പ്ലസ് 1 7, അപ്പോൾ 7/3 എന്ന് വരും. ഇത് നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, പ്ലസ്
5 1/3 പ്ലസ് 1/3 അത് ആഡ് ചെയ്യാമല്ലോ. 6 5 പ്ലസ് 1 6 ആണ്. അതെങ്ങനെ ചെയ്യാം എന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാ. 5 പ്ലസ് 1 6 ആണ്. 1/3 പ്ലസ് 1/3 നമുക്ക് 2/3 എന്ന് എഴുതാം. അപ്പോൾ 6 2/3 എന്ന് ആൻസർ വരും. അപ്പോൾ ആൻസർ എന്ത് വന്നു? 59/3 പ്ലസ് 6 2/3. അതിന് 20/3 എന്ന് എഴുതാം. കാരണം 6 into 3 18, 18 plus 2 20, 20/3 എന്ന് എഴുതാം. അതായത് 79/3 ആണ് നമ്മുടെ ആൻസർ. ഈ 79/3 എന്താക്കുക? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ മിക്സ്ഡ് ആക്കുക. മിക്സ്ഡ് ആക്കാനായിട്ട് അറിയാമല്ലോ, 79 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 ആണ് വരുന്നത്. അപ്പോൾ 6 ബാലൻസ് ഒരു 1 വരുന്നു. 19 26 18 വരും. ബാലൻസ് 1 വരും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 26. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റിമൈൻഡർ നമുക്ക് കിട്ടിയ നമ്പർ 1 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിവൈസർ അത് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 26 1/3 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 45 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 15 ആൻഡ് ദ ലാർജ് നമ്പർ ഈസ്. നമ്മൾ നേരത്തെ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സം 45 ആണ്, അവരുടെ ഡിഫറൻസ് 15 ആണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ദ നമ്പേഴ്സ് ബി ആ നമ്പേഴ്സ് ഏതൊക്കെയായിട്ട് എക്സ് എന്നും വൈ എന്നും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ് ആണ് വലിയ നമ്പർ എന്നാണ്. ഓക്കെ, ലാർജ് നമ്പർ എക്സ് ആണെന്നാണ് നമ്മൾ നോർമലി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 45. അതിന്റെ സം 45 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ അവരുടെ ഡിഫറൻസ് 15 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഡിഫറൻസ് എടുക്കുമ്പോൾ 15 കിട്ടണമെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് ആണ് ഇവിടെ ലാർജ് നമ്പർ, അതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 15. അത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2x ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2x ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ശരിയല്ലേ? 45 പ്ലസ് 15 അത് 60 ആണ്. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 60. അപ്പോൾ x ഇസ് ഈക്വൽ ടു 60/2, x ഇസ് ഈക്വൽ ടു 30. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ലാർജ് നമ്പർ. ഏതാണ് ലാർജ് നമ്പർ എന്നാണ്. അപ്പോൾ ലാർജ് നമ്പർ നമ്മളിവിടെ എക്സ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് ലാർജ് നമ്പർ 30 ആണ്. ഇവിടുത്തെ ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ബി 30 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത നമ്പർ ഏതാണ്? ഓക്കെ, ഇത് 30 ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു 15 ആയിരിക്കും. ഇനി സ്മോളർ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ y അത് 15 ആയിട്ട് എടുക്കുക. ഓക്കെ, അതിനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ ഹയസ്റ്റ്? കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഹയസ്റ്റ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷന്റെ വാല്യൂസ് ഓരോന്നായിട്ട് നോക്കാം. ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിത് ന്യൂമറിക്കലി ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്നാലും നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് എടുത്തു നോക്കാം. ആദ്യം തന്നെ 17/18 അത് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഏകദേശം 0.944 എന്ന് വരും. ഓക്കെ, അതുപോലെ 15/16 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 0.937 എന്നാണ് വരിക. ഓക്കെ, അതുപോലെ 8/9 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.88 എന്ന് വരും. അതുപോലെ 7/8 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 0.87 സംതിങ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വാല്യൂസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് 17/18 ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചിന്തിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ എല്ലാ നമ്പറും നോക്കിയേ. ഇവിടെ 15/16 അതായത് ന്യൂമറേറ്ററിനേക്കാൾ ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. 17/18 ന്യൂമറേറ്ററിനേക്കാൾ ഒരു സംഖ്യയാണ് ഡിനോമിനേറ്ററിൽ കൂടുതൽ. 8/9 എടുത്താലും അതുപോലെ തന്നെ 7/8 എടുത്താലും എല്ലാം അതുപോലെ തന്നെ. നമുക്ക് ഒരു സർക്കിൾ വരച്ചു നോക്കിയാലോ. ഒരു സർക്കിൾ വരച്ചു നോക്കിയിട്ട് അതിനെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് 1/2 ആയിരിക്കും. ഇവിടെ ന്യൂമറേറ്ററിനേക്കാളും ഡിനോമിനേറ്റർ ഒന്ന് വെച്ചിട്ട് കൂടുതലാണ്. ഒന്ന് കൂടുതലാണ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത എടുക്കാം. അടുത്ത ഇതേ സർക്കിളിനെ ഞാൻ 3 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ 2 പാർട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇത്രയും വരും. ഓക്കെ, അതെന്താണ്? 2/3. ഇനി അടുത്ത 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 3 ഭാഗം എടുത്താലോ കുറച്ചും കൂടെ കൂടുതൽ ഏരിയ അത് കവർ ചെയ്യും. ക്ലിയർ ആണല്ലോ? എന്താണ്? 3/4 എന്ന ഏരിയ അത് കവർ ചെയ്യും.
ഓക്കെ, ഇങ്ങനെയാണ് അത് പോകുന്നത്. അതായത് എത്രത്തോളം ഇതാണോ കൂടുന്നത്, ഡിനോമിനേറ്റർ എത്രത്തോളം കൂടുന്നുണ്ടോ ആ ഒരു ഇതെന്ത് കൂടും, ആ ഒരു ഫ്രാക്ഷൻ വലുതായി. കാരണം ഡിനോമിനേറ്ററിന് അനുസരിച്ച് ന്യൂമറേറ്ററും കൂടുന്നുണ്ട്. അത് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല കൂടുന്നത്. ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഫാക്ടറിനേക്കാൾ 1 കുറവാണ് ന്യൂമറേറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതേ പാറ്റേണിലുള്ള കുറച്ച് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. 2/1, 1/2. അപ്പോൾ 1നേക്കാൾ 1 കൂടുതലാണ് 2. ഓക്കെ, 2/3, 2നേക്കാൾ 1 കൂടുതലാണ് 3. അതുപോലെ 3/4, 3നേക്കാൾ 1 കൂടുതലാണ് 4. അപ്പൊ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നാൽ ഈ ഒരു ഫ്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആദ്യം ഒരു സർക്കിളിന്റെ ഹാഫ് ആയിരുന്നു. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ഹാഫിനേക്കാൾ കുറച്ചുകൂടെ കൂടി. അത് കഴിയുമ്പോഴത്തേക്ക് സർക്കിളിന്റെ 3/4 ആയിട്ട് മാറി. അങ്ങനെ ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സക്സസീവ് ആയിട്ട് ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏത് തന്നെയായിരിക്കും? ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 18/17. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. 17/18 ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചിന്തിച്ചെടുക്കേണ്ടത്. അല്ലാതെ ഈ ഒരു ഫ്രാക്ഷന്റെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് ആണ്. ക്ലിയർ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് എന്തോ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്? √9 പ്ലസ് √7 പ്ലസ് √3 പ്ലസ് √1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് എത്രയാണെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് √1, അതൊരു പെർഫെക്റ്റ് സ്ക്വയറും ആണ് അല്ലേ? അപ്പോൾ √1 എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ 1 തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതെങ്ങനെ വരും? √9 പ്ലസ് √7 പ്ലസ് √3 + 1 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു വാല്യൂ എടുക്കുകയാണ്. √3 + 1 എന്ന് പറഞ്ഞാൽ √4 ആ. ഓക്കെ, അത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത എന്ത് വരും? 9 പ്ലസ് √7 പ്ലസ് 2 എന്ന് വരും. ഓക്കെ, 9 പ്ലസ് √7 പ്ലസ് 2. കാരണം ഈ ഓരോ റൂട്ടും ഓരോ റൂട്ടിന്റെ അകത്താ. ഇങ്ങനെ അകത്തകത്ത് വരുന്നതുകൊണ്ട് നമുക്കത് പ്ലസ് ചെയ്യാം. യെസ്, അപ്പോൾ ഇതെന്ത് വരും? 7 + 2 9. അപ്പോൾ √9 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ √9 + 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ √9 + 3 എത്രയാണ്? √12. അത് തന്നെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി √12 ആണ്. അപ്പോൾ നമുക്ക് അത് തന്നെ ആൻസർ ആയിട്ട് കൊടുക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ √12 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇവിടെ ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് വന്നത്. കാരണം ഇതിന്റെ ആൻസർ ഈ ഒരു ഓപ്ഷനിൽ ഇല്ല എന്നുള്ളതായിരുന്നു കാരണം. ഇതൊരു പ്രീവിയസ് പേപ്പർ ആണല്ലോ. അപ്പോൾ ആൻസർ ഇതിൽ ഇല്ല എന്നുള്ളതായിരുന്നു റീസൺ. പക്ഷേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകൾ ഇനിയും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 6⁵5 × 5⁵5 × 30⁵3 ഡിവൈഡഡ് ബൈ 10⁵8 × 3⁵8. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. ഇതിനെ ഒന്ന് ക്ലബ് ചെയ്യാം. അതുപോലെ ഇതിനെ ഒന്ന് ക്ലബ് ചെയ്യാം. ക്ലിയർ? ഇവിടെ a⁻m × b⁻m എന്നൊരു ഐഡന്റിറ്റി ആണ്. a⁻m × b⁻m. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a+b² എന്ന് എഴുതിക്കൂടെ? a+b² എന്ന് എഴുതാമല്ലോ. അപ്പൊ അതുപോലെ ഇത് നമ്മൾ സോറി ab² എന്ന് നമുക്ക് എഴുതിക്കൂടെ? യെസ്, അപ്പോൾ അതേ ലോജിക്ക് തന്നെ നമ്മൾ ഇവിടെ എടുത്താൽ മതി. ഇവിടെ എന്താണ്? 6⁵5 × 5⁵5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5² എന്ന് എഴുതാം. അപ്പോൾ 6⁵5 × 5⁵5 = 6 × 5². അപ്പോൾ 6 × 5 30 ആണ്. അപ്പോൾ 30⁵5 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലബ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? 30⁵5 ആക്കാം. അതുപോലെ ഇതും 10⁵8 × 3⁵8. അത് 10 × 3² ഓക്കെ, അപ്പോൾ 10⁵8 × 3⁵8 = എന്തെന്ന് വരും? 10 × 3² അതായത് 30⁵8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് 30⁵5 ×
30⁻³ ഡിവൈഡഡ് ബൈ 30⁻8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതാ ഇവിടെ a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m പ്ലസ് n എന്നൊരു ഐഡന്റിറ്റി നമുക്കറിയാം. അപ്പൊ ഇവിടെ അതുപോലെയാണ്. ഓക്കെ, 30⁻5 ഇൻറ്റു 30⁻3 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 30⁻5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 30⁻8 എന്ന് എഴുതാം. ഈക്വൽ ടു 30⁻8 ഡിവൈഡഡ് ബൈ 30⁻8. ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുക. ഓക്കെ, പക്ഷെ ആ 1 അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. അത് ചെറിയൊരു എറർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്തെടുക്കുക. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. a⁻m the whole raised to n is equal to a⁻mn. അതുപോലെ ഒരുപാട് ഐഡന്റിറ്റീസ് നമുക്ക് കോമൺ ആയിട്ട് അറിയായിരിക്കും. അത്തരത്തിലുള്ള ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഐഡന്റിറ്റീസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടോ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാമെന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ദ സം ഓഫ് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. എക്സ്റ്റീരിയർ ആംഗിൾസിന്റെയും ഇന്റീരിയർ ആംഗിൾസിന്റെയും കൂടെ ടോട്ടൽ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പോയിന്റ്, ആദ്യം നമുക്ക് എക്സ്റ്റീരിയർ എടുക്കാം. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾസ് എടുക്കാം. അപ്പോൾ ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. ഏതൊരു പോളിഗൺ ആയാലും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, സം ഓഫ് ആംഗിൾസ് എന്ന് നമുക്ക് എഴുതാം. എക്സ്റ്റീരിയർ ആണെന്ന് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, സം ഓഫ് ആംഗിൾസ് അത് ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. പോളിഗൺ വിത്ത് n സൈഡ്സ് ആയാലും ശരി, അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇന്റീരിയർ ആംഗിൾസിന്റെ നോക്കാം. ഇന്റീരിയർ ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ സം ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 എന്ന് പറഞ്ഞിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റെഗുലർ പോളിഗൺ അല്ല, ഏതൊരു പോളിഗണിന്റെയും സം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കാം. ഓക്കെ, ഇനി അതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു ആംഗിൾ എത്ര എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ റെഗുലർ പോളിഗൺ ആണെങ്കിൽ മാത്രം അതിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സം കണ്ടുപിടിച്ചിട്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെക്സഗൺ ആണ്. അപ്പോൾ ഹെക്സഗണ് n ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ n-2 ഇൻറ്റു 180ക്ക് വരാം 6 - 2 ഇൻറ്റു 180. ഓക്കെ, ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 180. 18 ഇൻറ്റു 4 72 ആണ്. അപ്പോൾ 720 ഡിഗ്രി ആണ് ഇതിന്റെ സം. അപ്പോൾ ടോട്ടൽ സം എത്രയാണ്? ടോട്ടൽ ഇസ് ഈക്വൽ ടു 360 പ്ലസ് 720. അവിടെ 0, 6 + 2 8 ആണ്, 7 + 3 10 ആണ്. 1080 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സോ ദ ആൻസർ ഈസ് 1080, ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട്. x ഇൻറ്റു എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു എത്ര എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ദ എക്സ് ഇൻറ്റു എക്സ് ബൈ എക്സ് പ്ലസ് 1 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ക്യൂബ്, ന്യൂമറേറ്റർ മുഴുവൻ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ന്യൂമറേറ്റർ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ്, ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണ്. അപ്പോൾ അതുപോലെ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ചെയ്യുന്ന സമയത്ത് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഈ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനോട് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കാം. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കലും ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെയും ഡിനോമിനേറ്റർ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ബാക്കിയൊന്നിലും അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ എ ഓപ്ഷൻ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് നോക്കരുത്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് ഈ മൈനസ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് വരും. ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് എക്സ് ക്യൂബ് എന്ന് വരും. അപ്പോൾ എക്സ് ക്യാൻസൽ ആയിട്ട് നമുക്ക് ഈ സെയിം എക്സ്പ്രഷൻ തന്നെ കിട്ടും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? എക്സ് മൈനസ് ഇവിടെ
എക്സ് ഇൻറ്റു 1 അല്ലേ? അതായത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ എക്സ് മൈനസ് ഇത് അകത്തേക്ക് പോകുമ്പോൾ ഓക്കെ, എക്സ് മൈനസ് ഇതകത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ്. ഓക്കെ, ഈ സോറി ഇവിടെ എക്സ് സ്ക്വയർ ആണല്ലോ, അപ്പൊ ഇത് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് വരുന്നു? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അതേ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും സെയിം ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലോട്ട് എത്തുന്നുണ്ട്. അത് ഒരിക്കലും ഇതൊന്നും ചെയ്ത് നോക്കാനായിട്ട് നിൽക്കരുത്. നമ്മുടെ മൈൻഡ് കാൽക്കുലേഷനിൽ തന്നെ ചെയ്യണം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ക്യാൻസൽ ആവും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അത് വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്വസ്റ്റിനും ഓപ്ഷനും കൂടെ വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് അത്രയും ഭയങ്കരമായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഒന്നും ഇവിടെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The ratio of ages of A and B 10 years ago was 2:3. If the ratio of their present age is 3:4, then how old is B now? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എയും ബിയും നമ്മൾ ആദ്യം എടുക്കുന്ന 10 years ago ആണ്. ഓക്കെ, 10 years ago ഇവരുടെ ഏജസ് എന്തായിരിക്കും? ഇവരുടെ ഏജസ് തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ 2:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏജ് എങ്ങനെയായിരിക്കും? എയുടെ ഏജ് എന്ന് പറയുന്നത് 10 years ago ഒരു 2x ആയിരിക്കും. ഓക്കെ, ബിയുടെ ഏജ് എന്ന് പറയുന്നത് 10 years ago ഒരു 3x ആയിരിക്കും. അവിടെ x ഒരു കോമൺ ഫാക്ടർ ആണ്. ഇനി നമ്മൾ പ്രസന്റ് ഏജ് എടുക്കാം. ഓക്കെ, അറ്റ് പ്രസന്റ്. ഓക്കെ, പ്രസന്റില് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ഇത് 10 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞില്ലേ? കഴിയുമ്പോഴത്തേക്ക് എയുടെ ഏജ് ഇപ്പൊ എത്രയായി? എയുടെ ഏജ് മുൻപ് 2x ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ 10 years കൂടി 2x plus 10 ആയിട്ട് മാറി. ബിയുടെ ഏജ് എത്രയായിട്ട് മാറി? ബിയുടെ ഏജ് മുൻപ് 3x ആയിരുന്നു, അതിന്റെ കൂടെ 10 കൂടിയിട്ട് എന്തായി? 3x plus 10 ആയിട്ട് മാറി. ഇത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ അവരുടെ റേഷ്യോ എങ്ങനെയാണ്? 3:4 റേഷ്യോയിലാണ് അവരുടെ ഏജ് വരുന്നത്. അതായത് എയുടെ ഏജ് ഡിവൈഡഡ് ബൈ ബിയുടെ ഏജ് 2x plus 10 ഡിവൈഡഡ് ബൈ 3x plus 10. ഇതാണ് എയുടെ ഏജ്. ആ ഒരു റേഷ്യോ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 3/4 ആണ്. ഓക്കെ, 3/4 ആണ് കിട്ടുന്നത്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 into 2x plus 10 equals 3 into 3x plus 10. ഓക്കെ, 8x plus 40 is equal to 9x plus 30. ഓക്കെ, ഇത് 8x അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, 30 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് 40 minus 30 is equal to 9x minus 8x. ഇങ്ങനെ ഒന്നും ചെയ്യരുത്, എക്സാമിന് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഇത് കാണുമ്പോഴേ നമ്മുടെ ആൻസർ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അതായത് 10 ആണ് എന്തെന്ന് പറയുന്നത്? 9x minus 8x എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലേ? x അല്ലേ? അപ്പോൾ x is equal to എത്രയാണ്? 10 ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ ഓൾഡ് ഈസ് ബി നൗ? ബിയുടെ പ്രസന്റ് ഏജ് ആണ്. ശരിയല്ലേ? അപ്പോൾ ബിയുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഇവിടെ ബിയുടെ പ്രസന്റ് ഏജ് തന്നിട്ടുണ്ട്. ആ പ്രസന്റ് ഏജ് ബിയുടെ 3x plus 10 ആണ്. അപ്പം ബിയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 3x plus 10 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 10 അല്ലേ? അപ്പൊ 3 into 10 plus 10 എന്ന് വരും. അതായത് 40 എന്ന് വരും. ബിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എത്രയാണ്? 40 ആണ്. ആൻസർ യെസ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ. ഇതും ധാരാളമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ആൻസർ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ്. അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണോ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആൻസർ ചെയ്തെടുക്കുന്ന ഒരു രീതി. യെസ്, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. The remainder obtained by subtracting a number from its own square is 3 times the number. Then what is the number? അപ്പോൾ നമുക്ക് നമ്പറിനെ x ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ കൂടുതലും ആൾജിബ്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ എന്താണ്? x ആയിട്ട് എടുക്കാം. If the remainder obtained by subtracting a number from its own square, ഒരു നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് അതേ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന എത്രയാണ്?
ആ ഒരു റിമൈൻഡർ എന്ന് പറയുന്നത് 3 ടൈംസ് ദ നമ്പർ, അതേ നമ്പറിന്റെ 3 ടൈംസ് ആണ്. അപ്പോൾ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. ആ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എക്സിന്റെ തന്നെ 3 ടൈംസ് ആയിരിക്കും, അതായത് 3x ആയിരിക്കും. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ 3xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3x ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പൊ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് 0 ആവണം? ഈ ആകെ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. എയ്തർ എക്സ് ഹാസ് ടു ബി 0 ഓർ എക്സ് മൈനസ് 4 ഹാസ് ടു ബി 0. ഒന്നെങ്കിൽ എക്സ് 0 ആവുക. അപ്പോൾ ഇവിടുത്തെ പോസിബിലിറ്റി എന്തൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിട്ടല്ലേ പറ്റൂ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ്. ശരിയല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0യും വരാം 4ഉം വരാം. ഈ രണ്ട് നമ്പേഴ്സും, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0യും എക്സ് ഈസ് ഈക്വൽ ടു 4ഉം ഇതിന്റെ തന്നെ ആൻസേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്പർ അത് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് വാലിഡ് അല്ലാത്തത് കൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന ആൻസർ എടുക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ബി എന്ന് വരും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് 16 4 കുറച്ചാൽ 12 ആണ്. ശരിയല്ലേ? ആ 12 എന്ന് പറയുന്നത് 4ന്റെ തന്നെ 3 ടൈംസ് ആണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആൾജിബ്ര വെച്ചിട്ടാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് 100 ഈസ് 20% ഓഫ് എ നമ്പർ then what is 120% of the number? അപ്പൊ ഇവിടെയും നമ്മൾ സാധാരണ നമ്പർ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ആ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സിന്റെ 20% എന്ന് പറഞ്ഞാൽ 100 ആണെന്നാണ്. അപ്പൊ എക്സിന്റെ 20% എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഇതല്ലേ എക്സിന്റെ 20%? 0 ക്യാൻസൽ ആയി, ഇത് ക്യാൻസൽ ആയിട്ട് താഴെ 5 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് എക്സ് ബൈ 5 ആണ് എക്സിന്റെ 20% എന്ന് പറയുന്നത്. അത് എത്രയാണ്? അത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 5 ഇൻറ്റു 100 എന്ന് വരും, ഈക്വൽ ടു 500. അപ്പൊ 500 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതേ എക്സിന്റെ 120% ആണ്. അപ്പോൾ 500ന്റെ കൂടെ വീണ്ടും ഇതിന്റെ 20% ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 500ന്റെ 20% കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 500ന്റെ 120% കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെയ്യാം. രണ്ടും സിമ്പിൾ ആണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഇവിടെ 500നേക്കാളും വലിയൊരു നമ്പർ ഇനി 600 അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ സ്വാഭാവികമായും 600 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. ഒന്നെങ്കിൽ 500ന്റെ 20% എടുക്കുക. അപ്പൊ ഇവിടെ എക്സിന്റെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ 5. അങ്ങനെയാണെങ്കിൽ 500ന്റെ 20% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 500 ഡിവൈഡഡ് ബൈ 5. അത് എത്രയാണ്? 100 അല്ലേ? യെസ്. അപ്പോൾ 120% എടുക്കാനായിട്ട് ഇത് 100% ആണ്. 500 എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. അതിന്റെ കൂടെ 20% കൂടെ കൂട്ടുക. അതായത് 100ഉം കൂടെ കൂട്ടുക. അപ്പൊ 600 എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് എക്സിന്റെ അല്ലെങ്കിൽ 500ന്റെ എത്ര പെർസെന്റേജ്? 120% കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. സോ 50 ഇൻറ്റു 12. 5 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇൻറ്റു ഒരു 0യും കൂടെ, അപ്പോൾ 600. ക്ലിയർ? അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? ഓപ്ഷൻ ഡി 600 എന്നായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൽ അടുത്ത നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ആദ്യം ആ സീക്വൻസ് നല്ലോണം ഒന്ന് നോക്കുക. ഇവിടെ സീക്വൻസ് 10, 20, 32, 46, 62 അങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് നോക്കുക, എല്ലാ പോസിബിലിറ്റീസും ഒന്ന് നോക്കുക. അപ്പോൾ ഇത്തരത്തില് നമുക്ക് സ്ക്വയറും സ്ക്വയർ റൂട്ടും അങ്ങനെയൊക്കെ എടുത്ത് എല്ലാ പോസിബിലിറ്റീസും നോക്കുക. കുറച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു റിലേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഡിഫറൻസ് ഒന്ന് എടുത്തേ. 20 മൈനസ് 10. ആ ഡിഫറൻസ് എത്രയാണ്? 20 മൈനസ് 10 എന്ന് പറയുന്നത് 10. ഇനി 32 മൈനസ്
20. ഇവരുടെ ഡിഫറൻസ് എടുത്തേ, അത് 12 ആണ്. ഇനി 46 മൈനസ് 32, ഇവരുടെ ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ. 46ൽ നിന്ന് 32 കുറച്ചാൽ 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ 14 വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഡിഫറൻസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. എന്താണ്? 62 മൈനസ് 46, അതെത്രയാണ്? 16 ആണ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഡിഫറൻസിന്റെ ആ ഒരു സീക്വൻസ് പോകുന്നത്. ആ സീക്വൻസ് എന്ന് പറയുന്നത് 10, 12, 14, 16 എക്സെട്ര. ഇതാണ് ഡിഫറൻസിന്റെ സീക്വൻസ്. അതായത് ഡിഫറൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 ഈച്ച് ടൈം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡിഫറൻസ് എത്രയായിരിക്കും? നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 ആയിരിക്കും. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 62 ആണ്. ആ 62നോടൊപ്പം എന്ത് ആഡ് ചെയ്യേണ്ടി വരും? 18 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 62ന്റെ കൂടെ 18 ആഡ് ചെയ്യേണ്ടത് 72, 72 പ്ലസ് 8 80 എന്ന ആൻസർ വരും. നമ്മുടെ ഓപ്ഷനിൽ 80 ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 80 ആണ് ഉത്തരം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ സീക്വൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം, സൈൻ എ എന്ന് പറയുന്നത് 3/5 ആണെങ്കിൽ ടാൻ എ എത്ര? ഇതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എ എന്ന് പറയുന്ന ആംഗിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ എന്ന് പറയുമ്പോൾ ഇവിടെ എ ബി സി ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അതായത് എ ബി ബൈ എ സി. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? അത് 3/5 ആണെന്ന് തന്നിട്ടുണ്ട് സൈൻ എ. അങ്ങനെയാണെങ്കിൽ എ ബി 3 ആയിരിക്കും, എ സി 5 ആയിരിക്കും. ഓക്കെ, എ ബി ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും, എ സി ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സി ഇസ് ഈക്വൽ ടു, ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലേ? പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 നമ്പേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 3ഉം 4ഉം 5ഉം ആണ് ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിട്ട് വരുന്നത്. 3² പ്ലസ് 4² ഇസ് ഈക്വൽ ടു 5² ആയിരിക്കും. 3² പ്ലസ് 4² ഇസ് ഈക്വൽ ടു 5² ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പറിനെയാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 3ഉം ഉണ്ട് 5ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? തീർച്ചയായിട്ടും ഇത് 4 ആയിരിക്കും. ബി സി ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ആയല്ലോ. ഇനി ടാൻ കണ്ടുപിടിച്ചൂടെ? നമുക്ക് ടാൻ എ ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പോൾ ടാൻ എ ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി സി. അപ്പോൾ എ ബി ബൈ ബി സി ഇസ് ഈക്വൽ ടു 3/4. ഓക്കെ, 3/4 ആണ് ടാൻ എ. ഓപ്ഷൻ